അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടൻ വേർഡ്സ് ഉണ്ട്. ഡെറ്റേഴ്സ് ആയിക്കോട്ടെ, ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ, ബിസിനസ് എൻറ്റിറ്റി, ഇങ്ങനെ പറയുന്ന വേർഡ്സിൻ്റെ മീനിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടേംസിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ബിസിനസ് എൻറ്റിറ്റി. സോ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ്സും ഓണറും രണ്ട് സെപ്പറേറ്റ് ആളുകളാണ്, അല്ലാണ്ട് ദേ ആർ നോട്ട് സെയിം. അപ്പോൾ നമുക്ക് നോക്കാം. ഓണർ ആൻഡ് ബിസിനസ് ഷുഡ് ബി കൺസിഡേർഡ് സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ ആൻഡ് ട്രാൻസാക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് എ ബിസിനസ് മസ്റ്റ് ബി സെപ്പറേറ്റ്ലി റെക്കോർഡഡ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അല്ലേ, ഓണറിനെയും ബിസിനസ്സിനെയും നമ്മൾ രണ്ട് വ്യക്തികളായിട്ട് സെപ്പറേറ്റ് ആളുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത് വി ഡോണ്ട് റെക്കോർഡ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഓണർ ഇൻ ദ ബുക്സ് ഓഫ് ബിസിനസ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ട്രാൻസാക്ഷൻ? നമ്മൾ ഈ ബിസിനസ്സിലാണല്ലേ ഏറ്റവും കൂടുതലായിട്ട് ഈ ട്രാൻസാക്ഷൻ എന്നുള്ള വേർഡ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ എന്നാണ്. എന്തെന്നായിരുന്നു അതിൻ്റെ മീനിങ്? ഇടപാടുകൾ. അപ്പോൾ ട്രാൻസാക്ഷൻ നമ്മളുടെ ബിസിനസ്സിൽ വരുന്ന എല്ലാ മണി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് ഇപ്പോൾ എനിക്കൊരു മുട്ട കച്ചവടമാണെങ്കിൽ ഈ മുട്ട റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം ട്രാൻസാക്ഷൻസ് മണി ഇങ്ങോട്ട് വരുന്നുണ്ടോ, ബിസിനസ്സിലോട്ട് വരുന്നുണ്ടോ, ആൻഡ് ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ടോ, അതെല്ലാമാണ് നമ്മൾ ട്രാൻസാക്ഷനിൽ പെടുത്തുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി ഇതിൽ തന്നെ ഈ ട്രാൻസാക്ഷനിൽ തന്നെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വഴി അതെന്താണ് ഈ ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് നോക്കാം. സോ ഫസ്റ്റ് എക്സാമ്പിളാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ലുലു മോളിൽ പോയിട്ടുണ്ടല്ലേ. മിക്കവാറും നമ്മൾ ഇനി ലുലു മോൾ തന്നെയല്ലേ, എല്ലാവരും മോൾസിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മോൾസിൽ പോകുമ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. അവിടെ എങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്? നമ്മൾ സാധനങ്ങൾ കാർട്ടിലിടും ആൻഡ് നമ്മൾ ബില്ല് ചെയ്യും. ആ എല്ലാത്തിൻ്റെയും ഒരു ബില്ല് വരുമ്പോൾ നമ്മൾ കാശ് കൊടുക്കും. അങ്ങനെയല്ലേ എല്ലാവരും വാങ്ങുന്നത്? ഇതാണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. നമ്മൾ സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ കാശ് കൊടുക്കുന്നതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്തായിരിക്കും? നമ്മൾ വീടിനടുത്തൊക്കെ ചെറിയ ചെറിയ കടകൾ ഉണ്ടാവും അല്ലേ, നമുക്ക് പരിചയമുള്ള ചേട്ടന്മാരുടെയൊക്കെ അല്ലെങ്കിൽ ചായ പീടികകളും വളരെ പരിചയമുള്ള ഈ ടാറ്റ സ്റ്റോർ പോലത്തെ ചെറിയ കടകളുണ്ടാവും അല്ലേ. അവിടെ ചെന്ന് നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ, അതായത് പഞ്ചസാര അല്ലെങ്കിൽ ഷാമ്പു പോലത്തെ ചെറിയ ഐറ്റംസ് വാങ്ങുമ്പോൾ ഇൻ കേസ് നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമ്മൾ ആ ചേട്ടനോട് എന്ത് പറയും? ചേട്ടാ ഞാൻ ഈ ഐറ്റം ഒന്ന് എടുക്കണേനെ, നാളെ കാശ് തരാമെന്ന് പറയും. അപ്പോൾ ചേട്ടൻ എന്തെന്ന് പറയും റിപ്ലൈ ആയിട്ട്? ഓക്കെ മോളെ, നാളെ തന്നാൽ മതി എന്ന് പറയും. ഇതാണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. നമ്മളുടെ ആ സ്റ്റോർ ഓണറിൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് നമ്മൾക്ക് കിട്ടി താനും നമ്മൾ കാശ് റെഡി ആയിട്ട് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ ക്യാഷ് നമ്മൾ എപ്പോൾ കൊടുക്കും? നമ്മൾ നാളെയോ മറ്റന്നാളെയോ അല്ലെങ്കിൽ ഏത് ദിവസമാണോ നമ്മൾ സംസാരിച്ച് പറഞ്ഞേക്കുന്നത് ആ ദിവസം കാശ് കൊടുക്കും. ഇതാണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായോ? ക്യാഷ് ട്രാൻസാക്ഷനിൽ നമ്മൾ ഐറ്റം വാങ്ങുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈമാണ് കാശ് കൊടുക്കുന്നതെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ നമ്മൾ ഐറ്റം വാങ്ങുന്നുണ്ട്, പക്ഷെ നമ്മൾ പിന്നീടാണ് കാശ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അതാണ് നമ്മുടെ അസറ്റ്സ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം എന്നാണ് അർത്ഥം. അപ്പോൾ ബിസിനസ്സിൻ്റെ അസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ സമ്പാദ്യങ്ങളാണ്. അപ്പോൾ കുറേയധികം കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഈ ബിസിനസ്സിൻ്റെ അസറ്റ്സ് എന്ന് പറയുന്നത് കാശ് മാത്രമാണോ? അല്ല, ബിസിനസ്സിന് ഉള്ള എല്ലാ മോണിറ്ററി വാല്യൂ ഉള്ള എല്ലാ ഐറ്റംസിനെയും നമ്മൾ അസറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് വെഹിക്കിൾസ്, നമ്മൾ ബിസിനസ് ഓൺ ചെയ്യുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്റ്റോക്ക്, ഇതെല്ലാം എന്തിൽ പെടും? അസറ്റ്സ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ മോണിറ്ററി വാല്യൂ ദാറ്റ് എ പേഴ്സൺ, ബിസിനസ് ഓർ എ കൺട്രി ഓൺസ്. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് ഈ വാഹനങ്ങളായിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് മണി റിലേറ്റഡ് ടേംസിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് വളരെ ലളിതമായിട്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കുറച്ച് അസറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്.
അപ്പോൾ ഫസ്റ്റ് വൺ, സംതിങ് എ ബിസിനസ് ഓൺസ് എന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അസറ്റിൻ്റെ എക്സാമ്പിളാണ് ക്യാഷ്, ഇൻവെൻട്രി. ഇൻവെൻട്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റോക്കിനെയാണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്റ്റോക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻവെൻട്രി എന്ന് വിളിക്കുന്നത്. ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ, അതായത് നമ്മുടെ ബിസിനസ്സിലോട്ട് നമ്മൾക്ക് എന്തെങ്കിലും റെസീപ്റ്റ്സ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഈ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന്. ആൻഡ് റിയൽ എസ്റ്റേറ്റ്, അതായത് ലാൻഡ്, എക്യുപ്മെൻറ്റ്സ്, വെഹിക്കിൾസ്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യുന്നത്? അസറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അസറ്റ്സ് നമ്മൾ പഠിച്ചല്ലേ? അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നായിരുന്നു? സമ്പാദ്യങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ബാധ്യതകളാണ്. നമ്മളുടെ ബിസിനസ്സിൻ്റെ ബാധ്യതകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലയബിലിറ്റീസ് ആർ obligations or debts that an enterprise has to pay at some time in the future. അപ്പോൾ obligations or debts നമ്മളുടെ ബിസിനസ് ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കാനുള്ള ബാധ്യതകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ലയബിലിറ്റീസിൻ്റെ എക്സാമ്പിളിലോട്ട് പോകാം. സോ ലയബിലിറ്റീസ് ആർ സംതിങ് ബിസിനസ് ഓസ്. നമ്മളുടെ ബിസിനസ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ആണ്: എംപ്ലോയി വേജസ്, എംപ്ലോയി ബെനിഫിറ്റ്സ്, വെൻഡർ പേയ്മെൻറ്റ്സ്, ലോങ് ടേം ലോൺസ്. നമ്മുടെ ബിസിനസ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ കൊടുത്ത് തീർക്കാനുള്ള ലോൺസ്, പിന്നെ എംപ്ലോയീസിൻ്റെ വേജസ്, സാലറി എല്ലാം ഈ ലയബിലിറ്റീസിൽ പെടുത്താം. സോ ക്യാപിറ്റൽ ആണ് അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണർ നമ്മുടെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ആൾക്കാർക്ക് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, അതായത് ഈ ഓണർ ഇടുന്ന കാശ് മാത്രമാണ് ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഓണർ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന കാശ് ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്ന? ക്യാപിറ്റൽ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിളാണ് ഇൻവെസ്റ്റഡ് മണി, ഓണർ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്ന മണി. ആൻഡ് മെഷീനറി, നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന മെഷീൻ, ബിൽഡിംഗ്, വെഹിക്കിൾസ്. അപ്പോൾ ബേസിക്കലി ഓണർ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന എന്ത് ടേംസിലാണ്, അത് ക്യാഷ് ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, വെഹിക്കിൾ ആയിക്കോട്ടെ, അതിനെല്ലാം നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ക്യാപിറ്റൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? സോ നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തെന്നാണ്? റവന്യൂ ആണ്. അപ്പോൾ റവന്യൂയുടെ മലയാളം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവും. എന്തെന്നായിരുന്നു? വരുമാനം. അതായത് നമ്മുടെ ബിസിനസ്സിന് ഇൻകം ആയിട്ട് കിട്ടുന്ന, വരുമാനമായിട്ട് കിട്ടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റവന്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബിസിനസ് ഏൺ ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓൺ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനത്തിനെയാണ് നമ്മൾ റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻസ്. ഇതെല്ലാമാണ് നമ്മൾ റവന്യൂവിൽ കൺസിഡർ ചെയ്യുന്നത്. സോ റവന്യൂ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇനി അടുത്ത ടോപ്പിക്കാണ്, അതായത് റവന്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവുകൾ എന്നാണ്. അപ്പോൾ ഈ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് വരുന്ന ചെലവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേജസ്, സാലറി, ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് ലൈറ്റിംഗ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാമാണ് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് കൂട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഒരു ഫാക്ടറിയിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കേക്ക് വിറ്റ് കിട്ടുന്ന കാശിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റവന്യൂ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ കേക്ക് വിൽക്കുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ചാർജസ് ഉണ്ട്, പിന്നെ വേജസ് കൊടുക്കണം, എംപ്ലോയീസിന് സാലറി കൊടുക്കണം. അങ്ങനെ വരുന്ന ചെലവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ എക്സ്പെൻസ് എന്താണ്? സോ അടുത്ത ടേം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഇസ് സ്പെൻഡിങ് മണി ഓർ ഇൻക്രീയിങ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മളൊരു സാധനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണതാണ്. എന്ത് സ്പെൻഡ് ചെയ്യാം? മണി സ്പെൻഡ് ചെയ്യാണ്. ബട്ട് ദ ഇൻകം വിൽ ബി റിസീവ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. നമുക്ക് അതിൻ്റെ ഇൻകം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് ഇപ്പോഴല്ല കിട്ടുന്നത്, ഫ്യൂച്ചറിലായിരിക്കും കിട്ടുന്നത്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ.
അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ബെനിഫിറ്റ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് 1 ഇയർ അല്ല, ഇനി കമ്മിങ് ഇയേഴ്സിലത്തേക്ക് നമ്മൾക്കത് കിട്ടിക്കൊണ്ടിരിക്കും. വെറാസ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന വിത്തിൻ ദാറ്റ് 1 ഇയർ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടും. ഇതാണ് ആ ഒരു മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. സോ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് അല്ലേ, എന്തെന്നായിരുന്നു? പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ ഈ പ്രോഫിറ്റിന്റെ മലയാളത്തിൽ എന്താ പറയണേന്നറിയോ? ലാഭം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു പ്രോഫിറ്റ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തൊരു കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ ലാഭം, അപ്പോൾ എന്താണ് ലാഭം? നമ്മുടെ ബിസിനസ്സിൽ കിട്ടുന്ന റവന്യൂ എക്സ്പെൻസസിനെക്കാളും കൂടുതലാവുമ്പോഴാണ് ലാഭം വരുന്നത്. അപ്പോൾ ദ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് റിയലൈസ്ഡ് ബൈ ദി ഓണർ വെൻ റവന്യൂ ആക്ടിവിറ്റി എക്സീഡ്സ് എക്സ്പെൻസ്. അതെ, റവന്യൂ കൂടുതലും എക്സ്പെൻസ് കുറവുമാവുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അത് ലാഭത്തിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് പ്രോഫിറ്റിലാണ് പോണേന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് വാട്ട് ഈസ് പ്രോഫിറ്റ് എന്നൊരു ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. അപ്പോൾ അടുത്തൊരു എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്, സാംസ് ബേക്കറി. അപ്പോൾ നിങ്ങൾക്ക് കാണാല്ലേ ഒരു ബേക്കറിയാണ് അല്ലേ. അപ്പോൾ സാംസ് ബേക്കറിയിൽ ഇൻകം ആയിട്ട് അയാൾ റിസീവ് ചെയ്തത് എത്ര രൂപയാണ്? ₹900 ആണ് അയാൾക്ക് യെസ്റ്റർഡേ ഇൻകം ആയിട്ട് റിസീവ് ചെയ്തത്. ഇനി അയാൾ ഇൻകം റിസീവ് ചെയ്തെങ്കിൽ കൂടി അയാളുടെ ബിസിനസ്സിൽ കുറച്ച് എക്സ്പെൻസസ് ഉണ്ടായി അല്ലേ. കുറച്ച് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കപ്പ് കേക്ക് വിത്ത് നമുക്ക് 900 കിട്ടിയെങ്കിൽ കൂടി നമ്മൾക്ക് എക്സ്പെൻസ് ഉണ്ടാവും അല്ലേ. ഇലക്ട്രിസിറ്റി ചാർജസ്, വാട്ടർ ചാർജസ് പോലത്തെ, എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, വേജസ് ഒക്കെ എക്സ്പെൻസിലാണല്ലേ പെടുത്തുന്നത്. അപ്പോൾ ഈ എക്സ്പെൻസിനെയാണ് എത്ര രൂപയായിട്ട് കണക്കാക്കുന്നത്? 650 ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, റവന്യൂ നമുക്ക് 900 ആണ് കിട്ടിയിരിക്കുന്നത്, പക്ഷേ എക്സ്പെൻസ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 650 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എത്രയാണ്? ഈ റവന്യൂ മൈനസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും 900 അല്ല പ്രോഫിറ്റ്. നമ്മളുടെ പ്രോഫിറ്റ് എന്താണ്? ഈ 250 ആണ് നമ്മളുടെ പ്രോഫിറ്റ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗെയിൻ എന്നാണ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തെന്നായിരുന്നു? നേട്ടം എന്നായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾക്ക് എപ്പോഴും മാറിപ്പോകും ഈ പ്രോഫിറ്റും ഗെയിനും തമ്മിൽ. അവർ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന 2 വേർഡ്സ് ആണ് പ്രോഫിറ്റും ഗെയിനും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം എന്നാണ്. നമ്മൾ നടത്തുന്ന ഒരു ബിസിനസ്, ഇപ്പോൾ ഒരു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? സാമിൻ്റെ ബേക്കറി അല്ലേ. അപ്പോൾ സാമിൻ്റെ ബേക്കറിയിൽ നമ്മൾ കപ്പ് കേക്കിൻ്റെ ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ ഈ കപ്പ് കേക്ക് വിറ്റ് കിട്ടുന്ന ലാഭത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. വെറാസ് ഗെയിൻ എന്ന് വെച്ചാൽ ആ സാമിൻ്റെ ബിസിനസ്സിൽ വേറെ ഏതെങ്കിലും ലാൻഡ് സാമിൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ ആ ലാൻഡ് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന ലാഭത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഗെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലായോ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിലെ ഗുഡ്സ് വിറ്റ് കിട്ടുന്ന കാശിനെയാണ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ആ ലാഭത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. വെറാസ് ഗെയിൻ എന്ന് വിളിക്കുന്നത് ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ, പക്ഷെ ഗുഡ്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും വിറ്റിട്ടാണ് നമുക്ക് ആ ലാഭം കിട്ടുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗെയിൻ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ മലയാളത്തിൽ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്, വിന്നിങ് എ കോർട്ട് കേസ്, അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് എൻ അസെറ്റ്, ഇതെല്ലാമാണ് ഗെയിനിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾക്ക് മാറിപ്പോകില്ലല്ലോ. സോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ആണ്. അപ്പോൾ ലോസിൻ്റെ മലയാളത്തിൽ എന്താണ് അതിൻ്റെ മീനിങ്? നഷ്ടം എന്നാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് കൂടുതലും റവന്യൂ കുറവുള്ളപ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ലോസ് അഥവാ നഷ്ടം സംഭവിക്കുന്നത്. സോ അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഡിസ്കൗണ്ട് ആണ്. യെസ്, ഡിസ്കൗണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ MRPയിൽ നിന്നും താഴോട്ട്, അതായത് MRPയിൽ നിന്നും എന്തെങ്കിലും ഡിഡക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ, സെല്ലർ ബയറിന് കൊടുക്കുമ്പോൾ ആ ഡിഡക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഈ ഡിസ്കൗണ്ട് തന്നെ 2 തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ വാട്ട് ഈസ് ട്രേഡ് ഡിസ്കൗണ്ട്? നമ്മൾ ഒരു ചെയർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെയർ 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ₹100. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ,
ഒരു ചെയർ നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ സെല്ലർ പറയുകയാണ് ഒരു ചെയറിന് പകരം നിങ്ങൾ 10 ചെയറാണ് വാങ്ങിക്കുന്നതെങ്കിൽ, അപ്പോൾ ഒരു ചെയറിന് പകരം നമ്മൾ എത്ര ചെയറാണ്? 10 ചെയറാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ചെയറിന് 90 റുപ്പീസിന് തരുന്നതായിരിക്കും. അപ്പൊ ഒന്നുകൂടി പറയാം, നേരത്തെ ഒരു ചെയറിന് 100 രൂപയ്ക്കാണ് നമുക്ക് തരുന്നത്. നമ്മൾ ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർ എന്തെന്ന് ചെയ്യുന്ന പറയുന്നത്? ഡിഡക്ഷൻ ഇൻ പ്രൈസ് തരും. 100 രൂപയുടെ സാധനം അവർ നമുക്ക് 90 റുപ്പീസിന് തരും. ഇതാണ് ഒരു ഒറിജിനൽ എക്സാമ്പിൾ ഓഫ് ബൾക്ക് പർച്ചേസ്. യെസ്, ദിസ് ഈസ് ആൻ ഒറിജിനൽ എക്സാമ്പിൾ ഓഫ് ബൾക്ക് പർച്ചേസ്. ഇനി അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെന്ന്? ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന്. അപ്പോൾ അപ്പോഴും നമ്മൾ ഒരു ചെയർ ആണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെയറിന് നമ്മൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ബയർ എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെയറിൻ്റെ കാശ് ഞാനൊരു 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്ന് തരാം. അപ്പോൾ സെല്ലർ പറഞ്ഞു ഓക്കെ, നിങ്ങൾ 30 ഡേയ്സ് കഴിഞ്ഞിട്ട് വന്ന് തന്നാൽ മതി. പക്ഷേ നമ്മളുടെ സെല്ലറിന് ഒരു എമർജൻസി ഉണ്ടായി, അല്ലെങ്കിൽ കാശ് ഇച്ചിരി കൂടി നേരത്തെ വരണമെന്നുണ്ടായി. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ സെല്ലർ പറയാണ് ബയറിനോട്, നിങ്ങൾ 30 ദിവസത്തിന് പകരം നിങ്ങൾ 10 ദിവസത്തിനുള്ളിലാണ് ഈ പേയ്മെൻറ്റ് തരുന്നതെങ്കിൽ ഞാനൊരു ചെറിയ എമൗണ്ട് ഡിസ്കൗണ്ട് തരാം. അതായത് ടൈംലി പേയ്മെൻറ്റിന് ഞാനൊരു എമൗണ്ട് ഡിസ്കൗണ്ട് തരാം. അതാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സെല്ലർ ബയറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. വെറാസ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ടൈംലി പേയ്മെന്റിന് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്തെന്നാണെന്നറിയോ? വൗച്ചർ. ഈ വൗച്ചറിനെ നമ്മൾ ഒരു അനദർ നെയിം കൊടുത്താൽ അതിന് റെസിപ്റ്റ് അല്ലെങ്കിൽ ബില്ല് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ വാട്ട് ഈസ് വൗച്ചർ? Voucher is a documentary evidence in support of a transaction. ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ വൗച്ചർ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെയർ വാങ്ങിച്ചു. ഈ ചെയർ വാങ്ങിച്ചു എന്ന് പറഞ്ഞതിൽ കാര്യമില്ലല്ലോ. ഈ ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ബില്ല് കാണിക്കണം അല്ലേ? അപ്പോൾ ഈ ബില്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ വൗച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വെൻ വി ബൈ ഗുഡ്സ് ഫോർ ക്യാഷ് വി ഗെറ്റ് എ ബിൽ ഓർ എ റെസിപ്റ്റ്. അപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഈ ബില്ലിനെ അല്ലെങ്കിൽ റെസിപ്റ്റിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വൗച്ചർ എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഗുഡ്സ്. അപ്പോൾ വാട്ട് ഈസ് ഗുഡ്സ്? നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ഐറ്റത്തിനെയാണ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ലാപ്ടോപ്പ് മാനുഫാക്ചറിങ് കമ്പനിയിലെ അവരുടെ ഗുഡ് എന്തായിരിക്കും? ലാപ്ടോപ്പാണ്. കാരണം ആ ലാപ്ടോപ്പ് വിറ്റിട്ടാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് അഥവാ റവന്യൂ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഗുഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളിലോട്ട് നമുക്കൊന്ന് കിടക്കാം. സോ ഗുഡ്സിൻ്റെ എക്സാമ്പിളിനായിട്ട് ഞാൻ 2 പിക്ചറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിക്ചറിലോട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ എന്താ കാണിക്കുന്നത്? അതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ് അല്ലേ? അവർ ചെയർസ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ ചെയർ മാനുഫാക്ചറിങ് കമ്പനിയിലെ ഗുഡ് എന്ന് വിളിക്കുന്നത് അവരുടെ ചെയേഴ്സ് ആണ്. ഇനി രണ്ടാമത്തെ പിക്ചറിലോട്ട് നോക്കാം. രണ്ടാമത്തെ പിക്ചർ കാണിക്കുന്നത് അവരുടെ തന്നെ ഓഫീസാണ്. അവരുടെ തന്നെ ഓഫീസിൽ അവർ യൂസ് ചെയ്യുന്ന ഈ ചെയേഴ്സിനെ നമ്മൾ ഗുഡ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണർ അവരുടെ ഓൺ ബിസിനസ്സിൽ നിന്ന് എടുക്കുന്ന കാശിനെയോ അല്ലെങ്കിൽ ഗുഡ്സിനെയാണോ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. സോ വിഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ദി ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. അപ്പോൾ പുള്ളി ആ കാശോ അല്ലെങ്കിൽ ഗുഡോ എടുക്കുന്നത് അയാളുടെ ഓൺ ആവശ്യങ്ങൾക്കാണ്, അല്ലാണ്ട് വേറെ ബിസിനസ് പേർപ്പസിനല്ല. അങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് എടുക്കുന്ന കാശിനെ അല്ലെങ്കിൽ ഗുഡ്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഡ്രോയിങ്സ് എന്നാണ് വിളിക്കുന്നത്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വേറെ ടോപ്പിക്കാണ് പർച്ചേസസ്. അപ്പോൾ പർച്ചേസസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിയിരിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പർച്ചേസസ് എന്ന് വിളിക്കുന്നത്. ഈ പർച്ചേസസ് തന്നെ നമ്മൾ 2 ആയിട്ടാണ് തരംതിരിക്കുന്നത്. എന്തൊക്കെയാണ്? ക്യാഷ് പർച്ചേസസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ്.
അപ്പോൾ ക്യാഷ് പർച്ചേസസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ആവശ്യമായുള്ള ഗുഡ്സ് നമ്മൾ കാശ് കൊടുത്ത് അല്ലെങ്കിൽ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്യാഷ് പർച്ചേസസ് എന്ന് വിളിക്കുന്നത്. വരാസ് ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ കാശ് നമ്മൾ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു 2 months കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 months കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ എന്തെന്നാ വിളിക്കുന്നത്? ക്രെഡിറ്റ് പർച്ചേസസ് എന്നാ വിളിക്കുന്നത്. സോ പർച്ചേസസ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ക്യാഷ് പർച്ചേസസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ്. സോ സ്റ്റോക്ക് ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ് ഓൺ ചെയ്യുന്ന എല്ലാ ഐറ്റംസിനെയും സ്റ്റോക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് തന്നെ 3 തരത്തിലുണ്ട്. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ്. അപ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല, അത് ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ്. ഈ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മളത് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് ഫിനിഷ് ഗുഡ് ആയിട്ടില്ല. ആൻഡ് മൂന്നാമത്തതാണ് നമ്മളുടെ എന്തെന്ന് ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 3 ഐറ്റമിനെയും നമ്മൾ സ്റ്റോക്ക് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്: റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. സോ സ്റ്റോക്ക് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ എന്തൊക്കെയാണ് 2 സ്റ്റോക്ക്? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ് ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായിരിക്കും? നമ്മുടെ അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിങ്ങിലുള്ള റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ് ഗുഡ്സിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. എന്താണെന്നറിയോ? ഡെറ്റേഴ്സ്, കടക്കാരൻ. അപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് അസറ്റാണ്. കാരണം കമ്പനിക്ക് ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾക്കാരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഡെറ്റേഴ്സ് റെഫേഴ്സ് ടു ദ ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽസ് ഹൂ ഓവ്സ് മണി ടുവേർഡ്സ് ദ കമ്പനി. മണി ടുവേർഡ്സ് ദ കമ്പനി, കമ്പനിക്ക് ഇങ്ങോട്ട് തരാനുള്ള ആൾക്കാരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങോട്ട് നമുക്ക് കിട്ടാനുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ എന്തെന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത്? അസറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ 2 വേർഡ്സ് ഡെറ്റർ ആൻഡ് സൺട്രി ഡെറ്റേഴ്സ് നിങ്ങൾ കുറേ പ്രാവശ്യം ഇനി അങ്ങോട്ട് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ഫ്രീക്വൻ്റ്ലി കേൾക്കുന്ന വാക്കുകളായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. വെറുതെ ഡെറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ പേഴ്സണിനെയാണ് പറയുന്നത്, ഡെറ്റർ എന്ന് പറയുന്നത്. വേറെ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഡെറ്റേഴ്സിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് സിംഗുലറും ഇത് പ്ലൂറലുമാണ്. ഓക്കെ ആണോ? ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെറ്റേഴ്സിന് എപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, ഡി എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഡെറ്റേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ, ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് അസറ്റ്സ് ആണെന്നല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പനി അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് റെഫേഴ്സ് ടു ദ പാർട്ടീസ് ടു ഹൂം ദ കമ്പനി ഓവ്സ് മണി. അപ്പോൾ കമ്പനി പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ളതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ലയബിലിറ്റി ഓഫ് ദ കമ്പനി. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ അവരെ എന്തെന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ലയബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ക്രെഡിറ്റേഴ്സിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, ഡെറ്റേഴ്സിന് ഡെബിറ്റ് ബാലൻസ് ആണ്, ഡിന്ന്. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആണ്. അപ്പോൾ എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഡെറ്റേഴ്സ് എന്താണെന്ന് സെപ്പറേറ്റ് നോക്കി അല്ലേ, ക്രെഡിറ്റേഴ്സ് എന്താണെന്ന് സെപ്പറേറ്റ് നോക്കി. ഇനി അവരുടെ തമ്മിലൊരു ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ഡെറ്റേഴ്സ് അല്ലേ? ഡെറ്റേഴ്സ് ആർ ദ പാർട്ടീസ് ഹൂ ഓവ്സ് ഡെറ്റ് ടുവേർഡ്സ് ദ കമ്പനി. അപ്പോൾ കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ആൾക്കാരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. വേറാസ് ക്രെഡിറ്റേഴ്സ് എന്തായിരിക്കും? whom the company owes a debt. കമ്പനി കൊടുക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊടുക്കാനുള്ള കടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്.
അപ്പൊ ഡെക്ടേഴ്സ് ഇങ്ങോട്ട് കിട്ടാനുള്ളതായതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കും? അക്കൗണ്ട്സ് റിസീവബിൾ. ക്ലിയർ ആയോ? ഇങ്ങോട്ട് കിട്ടാനുള്ളത് കൊണ്ട് അക്കൗണ്ട്സ് റിസീവബിൾ. വേറെ കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ അതിനെ അക്കൗണ്ട്സ് പേയബിൾ എന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മുടെ കമ്പനിയുടെ എയിം അല്ലെങ്കിൽ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നായിരിക്കണം നോക്കേണ്ടത്. ഇനി ഡെക്ടേഴ്സ് എന്താണ്? അസറ്റ്സ് ആണ് അല്ലേ? നമ്മളുടെ ഓർഗനൈസേഷന്റെ അസറ്റ്സ് ആണ് ഡെക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ക്രെഡിറ്റേഴ്സ് ആണെങ്കിലോ അതിന്റെ ഓപ്പോസിറ്റ് ലയബിലിറ്റീസ്. ഇനി ഡെക്ടേഴ്സിന് ഡിസ്കൗണ്ട് നമ്മൾ അലൗ ആണ് ചെയ്യുന്നത്, നമ്മളാണ് അങ്ങോട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെന്നാ പറയുന്നത്? ഇറ്റ് ഈസ് ഡിസ്കൗണ്ട് ഇസ് അലൗഡ് ടു ഡെക്ടേഴ്സ്. വെറാസ് ക്രെഡിറ്റേഴ്സിന് അത് നമ്മൾ റിസീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഇതിനൊരു കുറുക്കു വഴി എന്ന് പറയുന്നത് ഡെക്ടേഴ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന്? ക്രെഡിറ്റേഴ്സിന്റെ പോയിന്റ്സും. അപ്പൊ ഇനി അടുത്ത എന്താണ്? Debtors is derived from the Latin word debere, which means to owe. അതായത് ഡെക്ടേഴ്സ് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ആവുന്നത്. വെറാസ് ക്രെഡിറ്റേഴ്സ് ആണെങ്കിലോ അതും ലാറ്റിൻ വേർഡിൽ നിന്ന് തന്നെയാണ് ഒറിജിനേറ്റ് ആവുന്നത്, വിച്ച് മീൻസ് ക്രെഡിറ്റം. ക്ലിയർ ആയോ? ആൻഡ് ലാസ്റ്റ് വൺ എന്തെന്നായിരുന്നു? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. നമ്മൾ ഡെക്ടേഴ്സിന് നമ്മൾ കമ്പനി തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വെറാസ് ക്രെഡിറ്റേഴ്സിനാണെങ്കിലോ ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ്. അപ്പോൾ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ദോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ പഠിച്ചാൽ ബോത്ത് ഡെക്ടേഴ്സും ക്രെഡിറ്റേഴ്സും കവർ ചെയ്യാണ്. ക്ലിയർ ആയല്ലോ?